ഹായ് നമസ്കാരം. ഞാൻ ആദി. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് അല്ലേ? ഒരുപാട് നാളായി വന്നിട്ട്. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ചെറിയൊരു ടിപ്പായിട്ടാണ്. എങ്ങനെ നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലുള്ള ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ എങ്ങനെ റീയൂസ് ചെയ്യാം. നമുക്കത് ഉപയോഗിച്ച് കൊച്ചു കൊച്ചു സൂത്രങ്ങളുണ്ട്. കുറച്ച് സൂത്രങ്ങൾ നമുക്ക് പരിചയപ്പെടാം എത്രയും പെട്ടെന്ന്. ഓക്കെ, അധികം സമയം നീട്ടുന്നില്ല. നമ്മളിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് കിച്ചണിൽ എഗ്സ് എല്ലാം വയ്ക്കാവുന്ന ഒരു ചെറിയൊരു സിമ്പിളായിട്ടൊരു സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആകെ ഒരു 3-4 സംഭവങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഒരു ഒഴിഞ്ഞൊരു ബ്ലാങ്ക് സീഡ് എടുക്കാം. പിന്നെ ഒരു 3-4 മിനറൽ വാട്ടർ കുപ്പിയുടെ അതിൻ്റെ ടോപ്പ് എടുക്കാം, ക്യാപ്പ് എടുക്കാം. ആ ക്യാപ്പ് എടുത്തിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇത് തമ്മിൽ യോജിപ്പിക്കാൻ ഒരു ഗമ്മ് വേണം. ആ ഗമ്മിൽ ഏറ്റവും നല്ലത് ഇപ്പോൾ നമ്മൾക്ക് ഗ്ലൂ ഗണ്ണാണ്. ഗ്ലൂ ഗൺ ഉപയോഗിച്ചുകൊണ്ട് ഓരോ ക്യാപ്പിൻ്റെയും ബാക്ക് സൈഡിൽ ഇതേപോലെ ഗമ്മ് തേക്കുക. ഗമ്മ് ഇങ്ങനെ നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ആ 3 എണ്ണവും കാണിച്ചിരിക്കുന്ന പോലെ ആ സി ഡിയിൽ നല്ലൊരു ഭംഗിയാവുന്ന രീതിയിൽ സി ഡീൻ്റെ 3-4 വേണമെങ്കിൽ ഉപയോഗിക്കാം നമുക്ക് കേട്ടോ. എന്നിട്ട് ഉറപ്പിക്കുക. അപ്പോൾ നല്ല രീതിയിൽ നല്ല സ്ട്രോങ് ബോണ്ടായിരിക്കും സി ഡിയും ഇതും തമ്മിൽ. അപ്പോൾ സി ഡിക്ക് പകരം വേണമെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ വീട്ടിലുണ്ടാവില്ല, അതിൻ്റെ അടപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഏതായാലും കുഴപ്പമില്ല. ഏതാണ് നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ട് അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിച്ചണിലൊക്കെ നമ്മളിപ്പോൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് എന്തെങ്കിലും ഓംലേറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ 3-4 എഗ്സ് എടുത്ത് വെക്കുമ്പോൾ അത് പെട്ടെന്ന് ഉരുണ്ട് താഴെ വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മൾ സാധാരണ അത് പാത്രത്തിലൊക്കെ ഇട്ട് വെക്കാറുണ്ടെങ്കിലും ഇതാകുമ്പോൾ കാണാനും നല്ലൊരു വൃത്തിയുണ്ട്, വളരെ നല്ലൊരു കംഫർട്ടായിട്ട് ഇരിക്കുകയും ചെയ്യും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്, വളരെ നല്ല രസകരമായിരിക്കും എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഞാൻ പാസ് ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് ഒരു മൊബൈലിലൊരു സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പോവാണ്. അല്ലെങ്കിൽ ഒരു മൊബൈലിൽ നിന്ന് തന്നെയല്ല, ബ്രഷോ ടൂത്ത് ബ്രഷ് പെൻ അതിനൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു സ്റ്റാൻഡാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് മിനറൽ വാട്ടറിൻ്റെ ഒരു ഒഴിഞ്ഞ കുപ്പി ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനൊരു ഹോളൊക്കെ സ്ക്വയർ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ആദ്യം വീഡിയോയിൽ കാണുന്ന പോലെ അതിൻ്റെ ബോട്ടിൽ വെച്ചിട്ട് അതിൻ്റെ സോക്കറ്റ് അതിൽ കുത്തതിന് ശേഷം കറക്റ്റായിട്ട് മൊബൈൽ ഫോൺ എടുത്തിട്ട് അതിൽ നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് മൊബൈൽ ഫോണെല്ലാം അതിൽ ഇത് നമുക്ക് ഓഫീസിലായാലും ഒരെണ്ണം സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ ഒന്നിച്ച് താമസിക്കുന്ന ക്വാർട്ടേഴ്സുകൾ അവിടെയൊക്കെ മൊബൈൽ ചാർജ് ചെയ്യാൻ ഇത് നിങ്ങൾക്ക് വളരെ ഉപകരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇത് ഉപയോഗിച്ച് ചെയ്യാവുന്നതെന്ന് പറഞ്ഞൊരു പെൻ ഹോൾഡ് നമുക്ക് ഇത് ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിനെ ബ്രഷ് സ്റ്റാൻഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണമെങ്കിൽ ബാത്റൂമിലെല്ലാം ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഞാത്തിയിടാവുന്നതാണ്. പിന്നെ നമുക്കിതുകൊണ്ട് വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടിയും ക്രിയേറ്റീവ് മൈൻഡുള്ളവരാണെങ്കിൽ കുറച്ച് ആർട്ട് വർക്കൊക്കെ നടത്താം. ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു വളരെ മനോഹരമായൊരു ഫ്ലവർ വൈസ് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വീഡിയോ തന്നെ ഇതിലുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്നുള്ളത് മനസ്സിലാവുന്നതാണ്. അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ക്രബ്ബറും അതുപോലുള്ള കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന സ്പോഞ്ചോ മറ്റുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ അത് പിന്നെ ഉണക്കാമെന്നുള്ളൊരു സംഭവമാണ്. അതിന് ചെറിയൊരു മോഡലാണ്, ഇപ്പോൾ ഒരു ചെറിയൊരു ടിപ്പാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ വീഡിയോയിൽ കാണിക്കുന്ന പോലെ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ആ സ്ക്രബ്ബറോ അല്ലെങ്കിൽ സ്പോഞ്ചോ വെള്ളത്തിൽ നനഞ്ഞിരിക്കുന്ന സ്പോഞ്ച് എടുത്തിട്ട് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ തന്നെ ഈസി ആയിട്ട് ആ വെള്ളം വീഡിയോയിൽ കാണുന്നത് പോലെ വെള്ളം ഈസി ആയിട്ട് 1-2 മണിക്കൂറിനുള്ളിൽ താഴെ വന്ന് സംഭരിക്കപ്പെടുകയും അത് നല്ല ഡ്രൈ ആവുന്നതാണ്. ഒരു കൊച്ചു ടിപ്പാണ്, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. നിങ്ങൾ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തത് നമ്മൾ ഒരു ചെയ്യാൻ പോകുന്ന ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഫുഡ്സ് എല്ലാം വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമല്ലോ. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഗസ്റ്റിനൊക്കെ നല്ല രീതിയിൽ ചില ഫുഡ്സൊക്കെ എങ്ങനെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്തരം ബോട്ടിൽസിൽ ബോത്ത് സൈഡ് കട്ട് ചെയ്തിട്ട് അതിൽ ബിരിയാണി എന്താണെങ്കിലും ഇട്ട് നല്ലൊരു വെച്ച് കഴിഞ്ഞാൽ സ്ലോവിൽ അതൊന്ന് പൊക്കി എടുത്തു കഴിഞ്ഞാൽ അതേ ഷേപ്പിൽ തന്നെ നല്ലൊരു പുട്ടിൻ്റെ ഒരു ആകൃതിയിലൊക്കെ അത് വരുന്നതായിരിക്കും. അപ്പോൾ അതിൽ 2-3 തക്കാളിയും അതുപോലെ സവാള എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റിൽ നല്ല ഒരു മനോഹരമായിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ പറ്റും. ആ ഒരു ടിപ്പ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി നോക്കുക. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അടുക്കളയിലൊക്കെ ഇപ്പോൾ സാധാരണ
പെട്ടെന്നൊരു പാത്രങ്ങളൊന്നും നമ്മുടെ പരിപ്പ് പയറ് മുതിര അത്തരം സംഭവങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ പാത്രം പെട്ടെന്ന് ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കൊരു പാത്രത്തിൻ്റെ മോഡൽ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു പ്ലാസ്റ്റിക് കവറിലുള്ളത് ഒരു മുദ്രയോ എന്താണെങ്കിൽ എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ മിനറൽ വാട്ടറിൻ്റെ കുപ്പീൻ്റെ ടോപ്പ് ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കറക്റ്റ് വീഡിയോയിൽ കാണുന്ന പോലെ കറക്റ്റ് വെച്ചിട്ട് അടപ്പെടുത്ത് കറക്റ്റ് അടച്ചു കഴിഞ്ഞാൽ നല്ലൊരു നമുക്കൊരു പാത്രം പോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. വളരെ പൈസ കുറഞ്ഞ രീതിയിലും നമുക്ക് യൂസ് ചെയ്യാവുന്നൊരു ഈസി ഒരു ടിപ്പാണ്. നിങ്ങളതൊന്ന് പരീക്ഷിച്ച് നോക്ക്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വേനൽക്കാലമൊക്കെ ഉണ്ടാവും, നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് നമ്മൾ അത്യാവശ്യം പെട്ടെന്ന് പുറത്തേക്കൊക്കെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചെടിച്ചട്ടിയിലുള്ള ചെടികളൊക്കെ വാടി കരിയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഇത്തരം ഘട്ടത്തിൽ ആ ചെടികൾക്കെല്ലാം അല്പം വെള്ളം എത്തിക്കാനുള്ളൊരു പണിയാണ്. ഒരുപക്ഷെ നിങ്ങളെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, എന്നാലും ചെറിയൊരു ടിപ്പ് എന്ന ലെവലിൽ നമ്മൾ വീണ്ടും അവതരിപ്പിക്കുകയാണ്. അതായത് ആ മിനറൽ വാട്ടറിൽ വെള്ളം നിറച്ചിട്ട് അതിൻ്റെ മൂടിൽ ചെറിയൊരു ഹോളാക്കുക. ചെറിയ ഹോളാക്കിയിട്ട് അത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഹോളിൽ കൂടെ വളരെ സ്ലോവിൽ വെള്ളം ഇങ്ങനെ ആ ചട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഇടുന്ന ഹോളിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും ആ വെള്ളത്തിൻ്റെ ഫ്ലോൻ്റെ സ്പീഡ്. ചെറിയ ഹോളായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞ് വരുമ്പോഴേക്കും ചെടികൾ വലിയൊരു വാട്ടൊന്നും കൂടാണ്ട് നല്ല രീതിയിൽ ഫ്രഷ് ആയിട്ട് തന്നെ അതിലിരിക്കുന്നുണ്ടായിരിക്കും. ആ ഒരു ടിപ്പും കൂടി നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇനി അടുത്തതായിട്ട് മറ്റൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ കലാകാരന്മാർ ഈ ഡ്രോയിങ് ആർട്ടിസ്റ്റുകളെല്ലാവർക്കും പെയിൻറ്റിങ് മിക്സ് ചെയ്യാൻ പലപ്പോഴും ചെറിയൊരു പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും സിമ്പിളായിട്ടൊരു ടിപ്പാണ് നേരത്തെ കാണിച്ച മോഡൽ എക്സിൻ്റെ കാര്യം പറഞ്ഞതിൻ്റെ വേറൊരു മോഡലാണ്. അതേ CD-യിൽ മിനറൽ വാട്ടറിൻ്റെ കേപ്പെല്ലാം ഇതേപോലെ ഗ്ലൂ സ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിൽ ജോയിൻ ചെയ്യുക. അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള കളർ എടുത്തിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ആ കളർ കോമ്പിനേഷൻ ബ്രഷ് ഉപയോഗിച്ച് ഈ പാത്രങ്ങൾ ഈ ബോട്ടിൽസിൻ്റെ ക്യാപ്പിൽ നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു പൈസ വരും. ഇതാകുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത്തരം ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ നല്ലൊരു പെയിൻറ്റിങ് ബോക്സ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കുട്ടികൾക്ക് മണി ബോക്സ് നമ്മൾ വാങ്ങി കൊടുക്കാറുണ്ടല്ലോ. മണി ബോക്സിന് വളരെ വില കുറവാണ്. എന്നിരുന്നാലും ഇത് വളരെ ഒരു വ്യത്യസ്തമായിട്ട് വളരെ ഈസി ആയിട്ടൊരു ടിപ്പാണ്. നിങ്ങൾ മിനറൽ വാട്ടർ വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്യുക. അതിന് ശേഷം എന്തെങ്കിലും ഒരു ഫോം ഷീറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൈപ്പ് കാർഡ്ബോർഡ് എന്തായാലും പ്രശ്നമില്ല, അത് ഉപയോഗിച്ചുകൊണ്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ബോക്സിൻ്റെ സെയിം വലുപ്പത്തിൽ കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം മണി പോകാനുള്ളൊരു ഗ്യാപ്പ് അതിലൊരു ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചെറിയ നൈഫ് ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഈ നല്ലൊരു എന്തെങ്കിലും ആലങ്കാരികമായിട്ട് കുറച്ച് ഭംഗി വേണമെങ്കിൽ ഈ ഇതിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നല്ല രീതിയിലൊരു ഭംഗി പിടിപ്പിക്കാവുന്നതാണ് മണി ബോക്സ്. അങ്ങനെ നല്ല രീതിയിൽ ഇത് വളരെ സിമ്പിളായിട്ടൊരു ടിപ്പാണ്. നമ്മൾ വീട്ടിലുള്ള കുട്ടികൾക്കും എല്ലാം ഇത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് കണ്ടില്ലേ, മണിയൊക്കെ നല്ല രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അത് നല്ലൊരു കുട്ടികൾക്ക് കൊടുക്കുക, നല്ലൊരു ഗിഫ്റ്റ് ആയിരിക്കും. ഈ ടിപ്പും കൊണ്ട് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് എല്ലാവരും എൻ്റെ വിലയേറിയ അഭിപ്രായം നമ്മൾ അറിയിക്കണം. ഇതെല്ലാമാണ് ഇന്നിപ്പോൾ നിങ്ങളോടക്ക് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കൊച്ചു ടിപ്സാണ് ഇപ്പോൾ പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങളുടെ കമൻസ് നമ്മൾക്ക് വളരെ വിലയേറിയതാണ്. കാരണം കമൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് കമൻസ് ഇടണം. പിന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഷെയർ എല്ലാം ചെയ്യാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ ഉണ്ട്, അത് ഓൾ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും. അതുമാത്രമല്ല നമ്മുടെ മറ്റൊരു ചാനലിൻ്റെ പ്രാർത്ഥനാസ് വേൾഡ് എന്ന് പറഞ്ഞൊരു ചാനൽ, നിങ്ങൾ കുറച്ച് പേരെങ്കിലും അത് സുപരിചിതമായിരിക്കും. അതിൻ്റെ ഒരു ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, പറ്റുമെങ്കിൽ അതും കൂടി ഒന്ന് ലൈക്ക് ചെയ്യുക. കുറച്ച് തിരക്കുള്ള കാരണമാണ് റെഗുലറായിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് നിങ്ങളായിട്ട് കാണുവാൻ കുറച്ച് ഗ്യാപ്പ് വന്നത്. അതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്നിരുന്നാലും ഇപ്പോഴെങ്ങനെ നിങ്ങളെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും
പുതിയ പുതിയ കൊച്ചു കൊച്ചു ടിപ്സും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സുകളുമായി എന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.